ഈ സന്ദേശം അഥവാ ഈ പ്രസംഗം കേട്ടാൽ എന്താണ് പ്രയോജനം, എന്താണ് ഗുണം? കുറെ അറിവ് വർദ്ധിപ്പിക്കാനോ മറ്റാരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെ ഖണ്ഡിച്ച് വിമർശിക്കാനോ ഒന്നും ക്രമീകരിച്ചൊരു യോഗമല്ല ഇത്. മറിച്ച് വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള പ്രസംഗം കേട്ടാൽ കേൾവിക്കാർക്ക് ഭയങ്കര പ്രയോജനം ഉണ്ടാകുമെന്ന്. ആ പ്രയോജനം എന്താണെന്ന് അറിയുക മാത്രമല്ല, അത് വിശ്വസിക്കാൻ തയ്യാറായാൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാര്യങ്ങൾ ഒറ്റ പ്രസംഗം കൊണ്ട് മാറ്റിത്തരാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഈ പുസ്തകവും ആനുകാലിക ചരിത്രങ്ങളും തെളിയിച്ച സംഭവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും ചില വിഷയങ്ങളെ പ്രസംഗം കൊണ്ട് ജയിക്കുകയും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി കരമുയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. പ്രസംഗം കൊണ്ട് എന്ത് സംഭവിക്കും? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നോ പ്രഭാഷകരായിരിക്കുന്ന ഞങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ നിന്ന് പറയുന്നതിനേക്കാൾ വേദപുസ്തകത്തിൽ നിന്ന് ഒന്നോ രണ്ടോ വാക്യങ്ങൾ കാണിച്ചു തരുന്നത് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ദൂതിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് പ്രസംഗം കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാം. സ്തോത്രം. ഈ വേദപുസ്തകത്തിനകത്ത് കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായി പ്രസംഗം ദൈവമേൽപ്പിച്ച ഒരു ദൗത്യമായി വചനപ്രഭാഷണത്തെ കണ്ട ആത്മീക വരേണ്യനാണ് ധന്യനായ പൗലോസ്ലീഹ. സ്തോത്രം. അദ്ദേഹം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് തൻ്റെ കേൾവിക്കാരോട് പ്രസംഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് നമുക്ക് മനസ്സൊരുക്കത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഒരുങ്ങാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? പുറത്തും കൂടി ആളുകൾ ഉള്ളതിൻ്റെ പേരിൽ ഒരു ഉച്ചഭാഷണയെ കൂടെ വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. അതുകൊണ്ട് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഗലാത്യ ലേഖനം വായിക്കാൻ പറ്റുമെങ്കിൽ ദയവായിട്ടൊന്ന് വായിച്ചാൽ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? നിങ്ങൾ ഇത്ര മതി. അത്രയും മതി. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസ് ഗലാത്യ സഭക്കാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത്, ആത്മാവെന്ന് ഉദ്ദേശിച്ചത് പരിശുദ്ധ ആത്മാവിനെയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ്? അതാണ് ഗലാത്യ സഭക്കാരിൽ നിന്ന് അറിയാൻ വേണ്ടി പൗലോസ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവിനെ ലഭിച്ചത്? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കുന്ന ആൾക്കാരോട് ഒരു കഷ്ണം പേപ്പർ തന്നിട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ എങ്ങനെ അഭിഷേകം പ്രാപിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതെന്ന് എഴുതി തന്നിട്ട് പോകാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ 50 പേരാണെങ്കിൽ 50 തരത്തിലായിരിക്കും എഴുതാൻ പോകുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് പ്രാപിച്ച്? ചുമ്മാ നിന്നപ്പോൾ വന്ന് കയറുമായിരുന്നു. അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാണ്? ഇതുപോലെ ഞാനൊരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. 3 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ. അന്ന് ആ പ്രാർത്ഥനയ്ക്ക് കാത്തിരിപ്പ് യോഗം എന്നാ പേരിട്ടത്. പണ്ടത്തെ പ്രാർത്ഥനയായിരുന്നു, പഴയ ആളുകൾക്കറിയാം. സ്തോത്രം. 3 ദിവസം നീണ്ടു നിന്ന ഒരു കാത്തിരിപ്പ് യോഗത്തിൻ്റെ 3-ാമത്തെ ദിവസം ദൈവത്തോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ ദുഷ്ടശക്തികൾ ആവഹിക്കുന്ന ലോകത്ത് ആത്മീക ജീവിതം നയിക്കാൻ അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് വേണമെന്ന് ഇത്രയും പോകുന്നൊരു കൂട്ടം ആളുകൾ ദൈവത്തോടും മുട്ടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന സമയം, 3-ാമത്തെ ദിവസത്തെ പ്രാർത്ഥനയിൽ ആകാശം പിളർന്ന് വെള്ളം ചാടുന്നത് പോലെ ശക്തമായിരിക്കുന്നൊരു നദിയുടെ ഒഴുക്ക് പോലെ വ്യാപരിച്ച ഒരു വലിയ വ്യാപാര ശക്തി ആ സഭാഹോളിനകത്ത് നടക്കുന്ന സമയത്ത് നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയത്തില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ ഇന്നെന്ന വണ്ണം ഓർക്കുന്നു. വലിയ കയത്തിനകത്ത് അകപ്പെട്ടതുപോലെ, എവിടാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തതുപോലെ അത്ര വലിയൊരു ആത്മനദിക്കകത്തേക്ക് ദൈവമായ കർത്താവ് എന്നെയും എൻ്റെ കൂടെ ഇരുന്നവരെ പിടിച്ചിറക്കിയത് ഓർക്കുന്നു. സ്തോത്രം. അങ്ങനെ ദൈവസന്നിധിയിൽ മുഴങ്കാലിന്മേൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിച്ചത്. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കടലാസ് തരുവാണെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴോ, ആരെങ്കിലും തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴോ, ധ്യാന യോഗത്തിന് പോയപ്പോഴോ, ഉപവാസത്തിന് പോയപ്പോഴും 100 പേരും 100 രീതിയിലായിരിക്കും എഴുതുന്നത്. പക്ഷേ ഗലാത്യ സഭക്കാരോട് ചോദിച്ച ചോദ്യത്തിന് പൗലോസ് ഒരു ഓപ്ഷനിലാണ് മറുപടി ചോദിക്കുന്നത്. സ്തോത്രം. നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്ത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക എന്ന് പറയില്ലേ?
എന്നതുപോലെ രണ്ട് ഓപ്ഷനാണ് കിടക്കുന്നത്. ഒന്നുകിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ. സ്തോത്രം. അപ്പൊ നിങ്ങൾ ചില ബുദ്ധിയും ജ്ഞാനവും ഒക്കെ തുറന്ന് ചിലരുടെ സന്തോഷത്തോടെ ഇരുന്ന വാക്ക് ശ്രദ്ധിച്ചേ. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ്? ഓപ്ഷനിലായിരിക്കുന്ന ചോദ്യത്തിന് രണ്ടേ വഴിയുള്ളൂ. ഒന്നുകിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി, അതല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ. നിങ്ങൾ എന്തോ പറയുന്നു? ഗലാത്യ സഭക്കാരെന്താ മറുപടി പറഞ്ഞത് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാം. എന്തായിരിക്കും മറുപടി പറഞ്ഞത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് തെളിയിക്കാൻ എഴുതിയ ലേഖനമാണത്. അങ്ങനെയാണെങ്കിൽ വാക്കും ഭാഷണമില്ലാതെ ആ ചോദ്യത്തിന് മറുപടി ഇതായിരിക്കും: ഞങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, വിശ്വാസത്തിന്റെ പ്രസംഗം. ആ വാക്ക് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വിശ്വാസത്തിന്റെ പ്രസംഗം. സുവിശേഷ പ്രസംഗത്തിന് വേദപുസ്തകത്തിലെ വാക്യങ്ങളെടുത്ത് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന, ദൈവത്തെ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്, സ്തോത്രം, ബൈബിൾ വിളിക്കുന്ന അഥവാ പൗലോസ് ഇട്ടിരിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ പ്രസംഗം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം കേൾക്കാൻ പോകുന്നത് ഒരു മതപ്രസംഗമല്ല, ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, ഒരു സാംസ്കാരിക പ്രസംഗമല്ല. സ്തോത്രം. ബുദ്ധി വളരാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ജ്ഞാന പ്രസംഗമല്ല. പിന്നെ എന്താ കേൾക്കാൻ പോകുന്നത്? വേദപുസ്തകത്തിൽ പ്രസംഗത്തിന് വിളിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ പ്രസംഗം. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാനൊരു വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോകുകയാണ് എന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് പറയണം. നിങ്ങൾ അകത്തോ പുറത്തോ എവിടെ നിന്നാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, വിശ്വാസത്തിന്റെ പ്രസംഗത്തിന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. വിശ്വാസത്തിന്റെ പ്രസംഗത്തിന് നിങ്ങളുടെ സ്ഥിതിഗതികളെ മാറ്റാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കേൾക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ യോഗങ്ങൾക്കെല്ലാം പ്രസംഗം അല്ലാതെ വേറൊന്നുമില്ല. സ്തോത്രം. സഹോദരങ്ങൾ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തും, ആരാധിക്കും. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രാർത്ഥിക്കും. എന്നാൽ ഏതൊരു യോഗത്തിൻ്റെയും പ്രധാന ഭാഗം പ്രസംഗമാണ്. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ അഥവാ ദൈവത്തിൻ്റെ തിരുസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തോത്രം പദ്ധതി പ്രസംഗമാണ്. സ്തോത്രം. 4 ദിവസത്തെ യോഗം ബഹുമാനപ്പെട്ട പാസ്റ്റർ ക്രമീകരിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, യോഗം വെച്ചത് സ്തോത്രം വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പ്രസംഗമാണ്. സ്തോത്രം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ യോഗം കഴിയുമ്പോൾ പ്രാർത്ഥിക്കാം. പക്ഷേ ഈ യോഗം ഇത്രയും പബ്ലിസിറ്റി കൊടുത്ത് വളരെ ദൂരത്ത് നിന്ന് എന്നെപ്പോലത്തെ ഒരാൾ യാത്ര ചെയ്ത് ഇത്ര മനോഹരമായിരിക്കുന്ന സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ച് ഇത്ര സാന്നിധ്യമുള്ള പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന കർത്തൃദാസനെ വിളിച്ച് മനോഹരമായിരിക്കുന്ന പശ്ചാത്തലങ്ങൾ ഒരുക്കി ഇങ്ങനെ ഒരു യോഗം ക്രമീകരിച്ചതിൻ്റെ ആത്യന്ത ലക്ഷ്യം ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം പ്രസംഗത്തിന് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. അതിൻ്റെ അകമ്പടിയാണ്, ബാക്കിയല്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? സ്തോത്രം. വേറൊരു പരിപാടിയില്ല. സ്തോത്രം. ഈ 4 ദിവസത്തെ യോഗത്തിന്റെ അവസാനം വേറൊരു പരിപാടിയില്ല. പ്രസംഗമാണ് ഇതിനകത്ത് പ്രധാന പരിപാടി. നമുക്ക് കല്യാണമാണെങ്കിലും ശവാടക്കാണെങ്കിലും വീട് കയറി താമസമാണെങ്കിലും സ്തോത്രം ഹല്ലേലൂയ സ്നാനമാണെങ്കിലും എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസംഗമാണ്. സ്തോത്രം. പ്രസംഗം മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്റ്റേജ് ഷോ ഇല്ല, നാടകമില്ല, കഥാപ്രസംഗമില്ല, ബാലയില്ല. ഇതൊന്നും ഇല്ലാത്തൊരു കൂട്ടരാണ് ദൈവത്തിന്റെ സഭ. എന്നിട്ടും പ്രസംഗം മാത്രം ഉണ്ടായിരുന്നിട്ടും ആയിരക്കണക്കിന് ആളുകളെ സത്യത്തിന്റെ പക്ഷത്തിലേക്ക് തിരിക്കാൻ, ഒരുപാട് പേരെ ദൈവകൃപയിലേക്ക് വരുത്താൻ കഴിഞ്ഞതിന്റെ കാരണം എന്താ? ഈ പ്രസംഗത്തിന്റെ പുറകിൽ സ്തോത്രം മനസ്സിനൊരു കുളിരല്ല, മനുഷ്യനെ മാറ്റുന്ന അസാധാരണമായിരിക്കുന്ന ദൈവിക പദ്ധതിയുണ്ട്. ഇത് വശീകരണമല്ല, ഇത് ബ്രെയിൻ വാഷിംഗ് അല്ല. പിന്നെയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെക്കാളൊക്കെ അധികായന്മാരായിരിക്കുന്ന കഴിവുള്ള വിഷയാസ്പദമായി താർക്കികമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന എത്രയോ ശക്തന്മാരും പ്രഭാഷകരുമുള്ള നാടാണ് കേരളം. ഹല്ലേലൂയ.
വിഷയത്തെ വിഷയം കൊണ്ട് ഖണ്ഡിക്കാൻ കഴിയുള്ളവർ, ആശയത്തെ തറ പറ്റിക്കാൻ വാക്കുകൊണ്ടും ഭാഷണം കൊണ്ട് കഴിവുള്ള കെടികെട്ടിയ പ്രഭാഷകരുള്ള, മതപ്രസംഗികരുള്ള, രാഷ്ട്രീയ പ്രഭാഷകരുള്ള നാടാണ് കേരളം. എന്നിട്ടും അഭ്യസ്തവിദ്യരായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രസംഗം കൊണ്ട്, മാസ്മരികത കൊണ്ട് വളഞ്ഞതല്ല. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രസംഗം കൊണ്ട് രൂപാന്തരപ്പെട്ടവരാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം ഇതിനകത്തിരുന്ന് കരമടിച്ചു സ്തോത്രം പറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നത്, ഈ രാത്രികാലം കൈക്കുഞ്ഞുങ്ങളുമായി ദൂരത്തുനിന്നും ചാരത്തുനിന്നും ഇവിടെ എത്തിയവർക്ക് ഒരു ലക്ഷ്യമുള്ളൂ: ദൈവത്തിന്റെ വചനം കേൾക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് വേദപുസ്തകം സ്തോത്രം ഈ പ്രസംഗത്തിന് ഇട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പൗലോസ് തന്റെ പ്രസംഗത്തിന് വിളിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ പ്രസംഗം. ഇന്ന് രാത്രി എൻ്റെ ഒരു വിശ്വാസത്തിന്റെ പ്രസംഗമുണ്ട്, അത് നിങ്ങളോട് പറയാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. മനസ്സൊരുക്കത്തോടെ ഇരുന്നോളണം, ശ്രദ്ധയോടെ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയാം. അവസാനം എല്ലാവരുടെയും തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാനൊന്നും നേരമില്ല, ഒത്തൊന്നും ഇരിക്കുകയല്ല. ഉറങ്ങാതെ തൂങ്ങാതെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ കേട്ടോണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് കയറിയാൽ വാള് കയറിയതുപോലെ ഇരിക്കും. ഹല്ലേലൂയ. അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടും കഥയില്ല. വെറുതെ എന്നെ മെനക്കിടത്തരുത്. സ്തോത്രം. അതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ സംഭവം. അവസാനം ഇവിടെ ക്യൂ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല ഏറ്റവും വലിയ സംഭവം. പ്രാർത്ഥനയാണ്. പക്ഷെ ഇവിടെ വല്ലതും നടക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പ്രസംഗം ഏറ്റെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വഴിയോരത്ത് ഇത്രയും ക്രമീകരണങ്ങളൊന്നുമില്ലാതെ ഈ വഴിയോരത്ത് ഒരു ഒറ്റയാനെ പോലെ ഒരു തകരപ്പാട്ട വളച്ച ഒരു ഹാൻഡ് മൈക്ക് പോലും ഇല്ലാതെ വെറുതെ നിന്ന് പ്രസംഗിച്ചപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതാണ് എൻ്റെ അപ്പൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി ഒരു സുവിശേഷ പ്രഭാഷകനായി ഇവിടെ വരാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസംഗത്തെ വിശ്വസിക്കുന്നു. ഒരു സജ്ജീകരണം ഇല്ലെങ്കിലും ദൈവവചനം തുളച്ചകത്ത് കയറിയാൽ ഏത് കൊടും പാപിയെയും, ഏത് മദ്യപാനിയെയും, ഏത് തകർന്നവനെയും, ഏത് ജീവിതം പൊളിഞ്ഞവനെയും പ്രസംഗം കൊണ്ട് പണിയാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെയോ ഹൃദ്യമായി ഇതൊരു വെറും മതചടങ്ങല്ല എന്ന് ബോധിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ മധ്യേ പ്രസ്താവിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ അപ്പൻ രാവിലെ 5:30 മുതൽ, അന്ന് ചാരായമുള്ള കാലമാണ്, ചാരായം കുടിക്കുന്ന മനുഷ്യനായിരുന്നു. 5:30 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ചാരായം കുടിച്ചില്ലെങ്കിൽ കൈവറക്കത്തക്ക രീതിയിൽ അഡിക്റ്റ് ആയൊരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ഉറങ്ങുന്നത് വരെയും കുടിക്കാൻ പറ്റിയ കുടിക്കുമായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. മദ്യപാന നിമിത്തം വീട്ടിലെന്നും കലഹവും സ്തോത്രം എന്നും പ്രതിസന്ധിയുമായി നിൽക്കുന്ന കാലം. അന്ന് എൻ്റെ അപ്പനെ ഒരു മനുഷ്യൻ പെന്തിക്കോസ്തുകാർ നടത്തുന്ന ഒരു സ്നാനം കാണാൻ വേണ്ടി വിളിച്ചതാണ്. പ്രാർത്ഥനയ്ക്കോ പള്ളിയിലോ ഒന്നും പോകാൻ താല്പര്യമില്ലാതെ ദൈവം എൻ്റെ ഫാദറിന്, എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഗതികേട് കൊണ്ട് ഒരുപാട് തൊഴിലുകൾ ചെയ്തിട്ടും രക്ഷപ്പെടാതെ, ബിസിനസ്സുകൾ നടത്തിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കടം വന്ന് കയറി, എന്ത് ചെയ്താലും പരാജയത്തിന്മേൽ പരാജയം മാത്രമായി. ഈശ്വര വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ പിതാവ് പോകാത്ത ദേവാലയങ്ങളില്ല, ക്ഷേത്രങ്ങളില്ല. ആ വിചാരവും മന്ത്രവാദവും അടക്കം ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എൻ്റെ പിതാവിൻ്റെ മനസ്സിനകത്ത് ദൈവം ഇല്ല എന്നൊരു ചിന്താഗതിയിലെത്തി. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു എന്ന ചിന്തയിൽ ജീവിക്കുന്ന കാലത്താണ് വയോധികനായിരിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ അപ്പനെ പെന്തിക്കോസ്തുകാർ നടത്തുന്ന ഒരു ആറ്റിൽ നടക്കുന്ന സ്നാനം കാണാൻ വേണ്ടി വിളിക്കുക. സ്തോത്രം. എൻ്റെ അപ്പൻ ആദ്യം പറഞ്ഞു, ഈ വക കാര്യങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട, എനിക്ക് താല്പര്യമില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞു, താൻ താല്പര്യമൊന്നും കാണിക്കണ്ട, ഇത് ഈ നാട്ടിൽ നടന്നിട്ടുള്ളൊരു സംഭവം അല്ലല്ലോ, വെറുതെ ഒന്നൊന്ന് കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പെന്തിക്കോസ്തുകാരുടെ സ്നാനം കണ്ടിട്ടില്ലാത്തത് കൊണ്ടും നാട്ടുകാർ പറഞ്ഞു കേട്ടതൊക്കെ വിചിത്രമായ കഥകളായതുകൊണ്ടും ഇതിൻ്റെ പരമാർത്ഥം എന്തെന്നറിയാൻ 100 കണക്കിന് ആളുകൾ ഒരു ആറ്റുതീരത്ത് കൂടിയപ്പോൾ കൈലിമുണ്ട് കൊടുത്ത് ഒരു തോർത്തും തോടയിലിട്ടുകൊണ്ട് ആറ്റുതീരത്ത് പോയി നിൽക്കുമ്പോൾ
സ്നാനപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്ന ദൈവദാസൻ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനത്തെക്കുറിച്ചൊരു കൊച്ചു പ്രസംഗം നടത്തി. ഇതുപോലെ മൈക്കില്ല, സ്തോത്രം പറയാൻ ആളില്ല, പാട്ടുകാരില്ല. സ്തോത്രം 5-6 പേര് മാത്രം കൂടി നിൽക്കുന്ന അവരുടെ ഭാഗത്ത് ബാക്കി ഒരു കൂട്ടം ആളുകൾ പുരുഷാരമായി ആറ്റുതീരത്ത് നിൽക്കുമ്പോൾ മൈക്കില്ലാതെ വെള്ളത്തിൽ നിന്നുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ സത്യവചനം പ്രസംഗിച്ചു. ആ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കള്ളു കുടിച്ച് നിന്ന ലഹരിയിൽ നിന്ന് എൻ്റെ അപ്പനെ സ്വർഗത്തിലെ ദൈവം ആ പ്രസംഗത്താൽ സ്പർശിച്ചു. അന്ന് ആറ്റുതീരത്ത് നിന്ന് പാപബോധം കൊണ്ട് എൻ്റെ അപ്പൻ കരഞ്ഞു. ആളുകളുടെ ഇടയിൽ നിന്ന് കരയുന്നത് നാണക്കേടാകുമെന്ന് വിചാരിച്ച് കൂട്ടത്തിനകത്തുനിന്ന് മാറി നിന്നു. സ്തോത്രം. സ്നാനം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞിട്ടും എൻ്റെ പിതാവ് പോകാതെ അവിടെ നിന്നു. സ്നാനപ്പെടുത്തവരും പെട്ടവരുമെല്ലാം വസ്ത്രം മാറി മുകളിലേക്ക് കയറി പാട്ടുപാടി വരിവരിയായി പോകുമ്പോൾ എൻ്റെ അപ്പൻ പള്ളിയിലെ റാസയൊക്കെ വരുമ്പോഴുള്ള ഭക്തിയോടെ മുണ്ടിൻ്റെ മടക്കിക്കുത്തെല്ലാം അടിച്ച് കൂപ്പുകൈകളോടെ അവർ വരുന്നത് കണ്ട് നിന്നപ്പോൾ എൻ്റെ അപ്പനെ സ്നാനം കാണാൻ വിളിച്ചയാള് എൻ്റെ പിതാവിനോട് പറഞ്ഞു, അവിടെയല്ലേ സ്നാനം നടന്ന്, അവിടേക്ക് വരണ്ടായിരുന്നു. അന്നേരം എൻ്റെ അപ്പൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ അവിടെ വന്നു, എനിക്കെന്തോ സംഭവിച്ചു, എന്താ സംഭവിച്ചെന്നറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ തലേ കൈവച്ചിട്ട് പറഞ്ഞു, ദൈവം നിന്നെ സന്ദർശിച്ചതാണ്, ഇനി നീ പാപം ചെയ്യരുത്. ഇത്രയും പേര് ഇവിടെ വന്നിട്ട് ആർക്കും തോന്നാത്തൊരു തോന്നൽ നിനക്ക് തോന്നിയെങ്കിൽ അത് മനുഷ്യന്റെ കൈയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലും എൻ്റെ അനുഭവത്തിലും നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ടും സ്തോത്രം ഏതെങ്കിലും വിധത്തിൽ ആകെ തകർന്നു കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് രാത്രികാലം ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഈ സന്ദേശം കേട്ടിട്ട് പോയാൽ ഞാൻ ഉറപ്പു തരാം, നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ, നിങ്ങൾക്ക് സമാധാനം തരാൻ, നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ സ്തോത്രം മനുഷ്യന്റെ സഹായമില്ലാതെ സുവിശേഷ പ്രസംഗത്തിന് ദൈവവചന ശുശ്രൂഷയ്ക്ക് കഴിയുമെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 25 കൊല്ലമായി ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് 100 കണക്കിന് ആളുകൾ അത് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രസംഗം ഒരു കലാപരിപാടിയല്ല, ഒരു സ്റ്റേജ് ഷോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾ ഈ വഴിയോരത്തേക്ക് സ്തോത്രം നീങ്ങി കുറച്ചുകൂടെ മനോഹരമായിരിക്കുന്ന കളറൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് താഴെ എവിടെയെങ്കിലും നടത്തിയേനെ. ഇതൊരു സ്റ്റേജ് ഷോ അല്ലാത്തത് കൊണ്ടാണ് വളരെ പവിത്രമായി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന പ്രസംഗമാണ്. അതുകൊണ്ടാണ് ഇതിന് വിശ്വാസത്തിന്റെ പ്രസംഗം എന്ന് പേരിട്ടത്. അതിന് കാരണം തന്നെ ഇത് കേട്ടിട്ട് സ്തോത്രം ആരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നവർ പ്രസംഗം കേട്ടത് കൊണ്ട് ആത്മഹത്യ ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് ഇന്നും ജീവിക്കുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ആ വിധത്തിൽ ചിന്തിച്ചാൽ ഇന്ന് രാത്രി പ്രസംഗം മാറ്റിവെച്ചിട്ട് അനുഭവങ്ങളിൽ നിന്ന് മാത്രം 100 കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷെ ആ വഴിക്ക് പോകുന്നത് യുക്തിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വാക്യം പറഞ്ഞിട്ട് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് കടക്കാം. ഞാൻ ഇത് ആമുഖത്തിൽ പറയാൻ നിന്നതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഈ ആദ്യത്തെ കുറച്ച് സമയം ഞാൻ പോലും അറിയാതെ അങ്ങ് എടുത്തതാണ്. ആരോടോ ദൈവം പറയുന്നു, നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിന് ആണെന്നോ പെണ്ണെന്നോ മതമോ ജാതിയോ ഒന്നുമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ, നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഒരല്പസമയം കേൾക്കുമ്പോൾ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത്, മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് പ്രസംഗം കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി തിരുവചനം കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറപ്പു തരുന്നു. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന പ്രസംഗമാണിത്. ഹല്ലേലൂയ. ഇത് ചോര തിളപ്പിക്കുന്ന പ്രസംഗമല്ല, മറിച്ച് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന പ്രസംഗമാണ്. ആ പ്രസംഗം കേട്ടാൽ എന്ത് ഗുണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ അതെയോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ: ഞങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് കൊണ്ട് ഞങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചു. അപ്പൊ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോടും എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവരോടും പറയാം, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ വാക്യത്തെ വെച്ച് എന്ത് പറയും? അവിടെ എഴുതിയിരിക്കുന്ന ഇത്രയേ ഉള്ളൂ: ആത്മാവിനെ കിട്ടും. ഏതാത്മാവിനെ? പരിശുദ്ധാത്മാവിനെ.
ഞാൻ വീണ്ടും ചോദിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ കടവുമായിട്ട് ഈ ഹോളിനകത്ത് വന്ന് സ്തോത്രം ആ ഭാരം തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്ക് പണമാണോ വേണ്ടേ, ആത്മാവിനെയാണോ വേണ്ടേ? നിങ്ങൾ ഒരു കൂട്ടരല്ലെന്ന് തോന്നുന്നു. ഇതൊന്നുമില്ല, ഇയാൾക്ക് തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കോളാനാണോ? അല്ല, ശരിക്കും ഓർത്ത് നോക്കി. വയറ്റിനകത്തൊരു വലിയ കട്ടി മുഴയായിട്ട് വന്നിരിക്കുന്ന ഒരു അമ്മ, ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ബയോപ്സിക്ക് അയച്ചപ്പോൾ ക്യാൻസർ ആണെന്ന് തോന്നുന്നു, മരണത്തിൽ വരെ എത്താം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പോയാൽ മാറുമെന്ന് വിശ്വസിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ആത്മാവിനെയാണോ വേണ്ടത്, സൗഖ്യമാണോ വേണ്ടത്? നിങ്ങളാകെ പടെ കൺഫ്യൂസഡാണെന്നറിയാം. കാരണം അഴിച്ചാലും ചുറ്റ്, അഴിച്ചില്ലെങ്കിലും ചുറ്റെന്ന് പറഞ്ഞ പോലെയാണ്. ശരിക്കും അമ്മയ്ക്ക് സൗഖ്യം വേണ്ടത്. കടം കയറി കച്ചവടം പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യന് കാശ വേണ്ടത്. പക്ഷെ ഈ മാർഗത്തിന്റെ പ്രത്യേകത പറയാം. ഇത് കാശ് കൊടുത്തും സ്തോത്രം ഒന്നും ആളെ പിടിക്കുന്ന മാർഗമല്ല. ഞങ്ങൾ പറയേണ്ടത് പറയുമ്പോൾ മനുഷ്യന്റെ അകത്ത് കയറി പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതെവിടെ എഴുതിയിരിക്കുന്നത്? ദൈവമക്കളെങ്കിൽ ഈ കാര്യം അറിയണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 20-21 വാക്യങ്ങളൊരു പാരഗ്രാഫാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ, അടുത്ത വാചകം, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അതിനർത്ഥം എന്താ? ഞാനൊരു കാര്യം ദൈവത്തോട് ചോദിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ നേഴ്സിംഗിന് വിടാൻ പണമില്ല, സ്തോത്രം എന്നെ സഹായിക്കണം, സ്തോത്രം ദൈവമേ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഈ കുന്നത്തുകാൽ പട്ടണത്തിന്റെ വഴിയോരത്ത് നിന്ന് ആരെങ്കിലും തേങ്ങുന്നുണ്ടെങ്കിൽ, ഇത് സൃഷ്ടാവായ, പ്രപഞ്ച സൃഷ്ടാവായ മനുഷ്യനും മക്കളെ കൊടുക്കുന്ന മഹാദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തോട് കരയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കുടത്തിനകത്ത് സ്വർണ്ണ നാണയമായിട്ട് വീട്ടിൽ വരികയല്ല, തന്റെ ആത്മാവിനെ അയച്ച് കാര്യം നടത്തി കൊടുക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, ഞാനിത് പറയുമ്പോൾ അമിത വിശ്വാസമുള്ളവർ, നിന്റെ വിഷയം കോടിക്കണക്കിന് രൂപ കൊണ്ട് നടക്കാത്തതാണെങ്കിൽ, ഇവിടത്തെ മനുഷ്യൻ മുഴുവൻ നോക്കിയിട്ട് നടക്കാത്തതാണെങ്കിൽ, അത് നടത്തിത്തരാൻ ദൈവം ഏൽപ്പിക്കുന്നത് ദൈവാത്മാവിനെയാണ്. വിശ്വസിച്ചുകൊണ്ട് ഏതൊക്കെ വിഷയമാണെങ്കിലും ഹല്ലേലൂയ ചേർന്ന് ആരാധിച്ച് ആരെയൊക്കെയോ ദൈവം മാടി വിളിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീര് തുടച്ചു തരാം, ഇന്ന് രാത്രി നിന്റെ ജീവിതം മാറ്റിത്തരാം, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്ക്. നിന്നിലേക്ക് അത് പ്രവേശിക്കട്ടെ, നമ്മളിൽ അത് വ്യാപരിക്കട്ടെ. Glory mana shakanathiyana shamtara ragalkana dadana shamana hathareviyana. Hallelujah, hallelujah. സ്തോത്രം. വേദപുസ്തകം പഠിച്ചപ്പോൾ ഞാൻ കണ്ടത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ സഭ ഇവിടെ എടുത്തുകൊള്ളപ്പെടുന്ന ഉൾപ്രാപണം വരെയും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു സൗഖ്യമാക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലം ദൈവമായി ഇറങ്ങി വന്നവൻ. നിങ്ങൾ ലൂക്കോസ് 5:17 വായിക്കണമെന്നില്ല, ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ തെളിവിന് തരികയാ. കർത്തൃദാസന്മാരോ ദൈവമക്കളോ നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാം. 5:17 വായിക്കുന്നത് ഇങ്ങനെയാണ്: സൗഖ്യമാക്കേണ്ടതിന് കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്താ? ഞാനോ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ ഷാജിയോ ഒരാളെ മുന്നോട്ട് വിളിച്ചൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ കൈയുടെ പുണ്യം കൊണ്ടല്ല, എൻ്റെ വായിലെ വാക്കുകൊണ്ടല്ല, ഞങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് രോഗിയെ സൗഖ്യമാക്കുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സത്യത്തിന്റെ പാതയിൽ മനുഷ്യനെ നടത്തുന്നത്, തെറ്റേതാ ശരിയേതാന്ന് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രസംഗം കേട്ടാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയും, ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കും. Holy Spirit, hallelujah. Praise the Lord, hallelujah. നമ്മുടെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ നാട്ടിലെ നല്ലവരായ ഈശ്വര ചിന്തയുള്ള ദൈവജനമേ, ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ പറയുന്നു, ഈ രാത്രി കുറച്ചു നേരം എത്ര തിരക്കാണെങ്കിലും സഹിഷ്ണുതയോടെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കും. സ്തോത്രം. പോകാൻ നേരത്ത് ഞങ്ങളുടെ ആരുടെയും ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും മേടിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു സത്യാന്വേഷണ മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈശ്വര ചിന്തയുണ്ടെങ്കിൽ, ദൈവിക ബോധമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കും. ആ ആത്മാവാണ് മനുഷ്യനെ നടത്തുന്നത്. പാപവഴിയിലല്ല, നീതിയുടെ വഴിയിൽ കാര്യങ്ങൾ നടക്കാനിടയാകും. ഒരു വാക്യോടെ ഞാൻ ബാക്കിയിടുന്നത് ശരിയല്ലല്ലോ. 3-ാം അധ്യായം, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ കുറച്ചുകൂടെ ഗാംഭീര്യമുള്ള വാക്യം എഴുതിയിട്ടുണ്ട്. 3:5 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനം 3:5 വായിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലും വിശ്വാസത്തിന്റെ പ്രസംഗത്താലും അങ്ങനെ ചെയ്യുന്നത്. അത് അതിനേക്കാൾ ഗാംഭീര്യമായ ചോദ്യമല്ലേ? എല്ലാത്തിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് നിങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ആൾക്കാരെയല്ല ഉദ്ദേശിച്ചത്, സഭയോടല്ലേ ചോദിക്കുന്നത്. അപ്പൊ സഭയുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ, അങ്ങനെ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് ചോദ്യം. അവിടെ ഓപ്ഷൻ ഇത് തന്നെയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഞാൻ സമയം കളയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമല്ലോ. അവർ പറയുന്ന മറുപടി എന്തായിരിക്കും? വിശ്വാസന്റെ പ്രസംഗം. അവിശ്വാസന്റെ പ്രസംഗം കേട്ടാൽ എന്ത് നടക്കും? രണ്ടാമത്തെ മറുപടി, വീര്യപ്രവർത്തികൾ നടക്കും. സ്തോത്രം. എത്രയോ പേർ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നത്, എത്രയോ പേർ, സ്തോത്രം, എത്രയോ പേർ. ഞാനിങ്ങ് പോകുന്ന വഴിക്ക് എൻ്റെ ഫോണിൽ സ്തോത്രം ഒരു സഹോദരൻ ഇന്നലെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സ്തോത്രം വന്ന് പങ്കെടുത്തു. ദൈവത്തിൻ്റെ വചനം കേട്ട് ഞാനൊരു വാക്ക് പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ടു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ശാരീരികമായിട്ട് സൗഖ്യമില്ലായിരുന്നു. പോരാൻ നേരത്ത് അദ്ദേഹം വിളിച്ചെനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തൊരു മെസ്സേജ് ഇട്ടു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, പറഞ്ഞത് ഇങ്ങനെയാണ്, സ്തോത്രം, ആ വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ട് ആ കുഞ്ഞിന് ഒരു ദിവസത്തിൽ 6 പ്രാവശ്യം ആവർത്തിച്ച് വരാറുണ്ടായിരുന്നൊരു വല്ലാത്ത രോഗം. സ്തോത്രം. ഇന്നലെ പോയതിന് ശേഷം ഇന്ന് വൈകിട്ട് ഒരു 5:30 മണിക്കാണ് ഞാൻ ആ മെസ്സേജ് കേൾക്കുന്നത്. ആ സമയം വരെ ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ടത്തിനിടയിൽ ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടെന്നുള്ളൂ, ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, കണ്ണുനീരോടെ പ്രസംഗം കേട്ടാൽ വീര്യപ്രവൃത്തി നടക്കും. ഇത് പ്രസംഗം വേറെയാണ്. ഇത് യാത്രാ വിവരണമല്ല, ഇത് ബാലരമ കഥയല്ല, ഇത് ആളുകളെ ചിരിപ്പിക്കാൻ ഉണ്ടാക്കിയ സ്തോത്രം തിരക്കഥയല്ല. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവത്തിന്റെ ജനത്തിന് രൂപാന്തരപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനാ മുറിയിൽ പകരുന്ന ദൈവത്തിന്റെ ആലോചനയാണ് പ്രസംഗമായി വരുന്നത്. അതിന്ന് രാത്രി ഈ ദേശത്തോട് പറയാൻ സ്വർഗം ഒരു അവസരം തന്നതുകൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ പറയാം, ഇങ്ങനെ ഒരു സഭ ഇവിടെ ഉള്ളത് കൊണ്ട് സ്തോത്രം ദൈവസന്നിധിയിൽ അഭിമാനിക്കണം. അസൂയയില്ലാത്തവർ ദൈവത്തിന്റെ പക്ഷത്ത്. കാരണം എന്താ? ഇവിടെ വേറെ ഒന്നുമില്ല, പ്രസംഗം മാത്രമേ ഉള്ളൂ. 1-2 പാട്ടുപാടും, ആരെങ്കിലും 1-2 പേര് പ്രാർത്ഥിക്കും, പിന്നെ പ്രസംഗമേ ഉള്ളൂ. സ്തോത്രം. നാളെ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച, എപ്പോഴും അതേ ഉള്ളൂ. അത് കേട്ടാൽ ജനത്തിന്റെ ഇടയിൽ വീര്യപ്രവർത്തികൾ നടക്കും. അപ്പൊ ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി എൻ്റെ ഒരു വിശ്വാസത്തിന്റെ പ്രസംഗം ദൈവം തന്നിട്ടുണ്ട്. അത് ഈ രാത്രി നിങ്ങൾ ആത്മാർത്ഥമായി കേൾക്കണം. വീണ്ടും ആവർത്തിക്കുന്നു, ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി കാണരുത്. നിങ്ങൾ എവിടെ നിന്ന് വന്നാലും
വിനീത മനസ്സോടെ, വിശ്വാസ ഹൃദയത്തോടെ, ആത്മീക തലത്തിൽ നിങ്ങൾ ഈ കാര്യത്തെ ശ്രദ്ധിക്കണം. ഓൺലൈനിൽ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും നിങ്ങളുടെ വിലയേറിയ സമയം ഈ സഭ ക്രമീകരിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ മനസ്സോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ 1 മണിക്കൂർ നേരം നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് മാറ്റിവെച്ചിട്ട് ഈ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങൾ ചുമക്കുന്ന ചുമട് ഈ പ്രസംഗമധ്യേ ദൈവം നിങ്ങളുടെ ചുമലിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കും. ദൈവം ചിലരുടെ ഭാരം നീക്കിക്കളയും. വലിയ പാറ പോലത്തെ കല്ലുകളെ ദൈവം ഉരുട്ടിക്കളയും. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത മനോദുഃഖങ്ങളെ ദൈവം മാറ്റിക്കളയും. 2000 വർഷമായി പ്രസംഗം കൊണ്ട് മാത്രം ആളുകളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ, 2000 വർഷമായി സ്തോത്രം പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ തിരുസഭയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കണ്ണുകൾ അടച്ച് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വിശ്വാസമുള്ള ദൈവമക്കളെല്ലാം സ്തോത്രം. ഈ പ്രദേശത്ത് ആരൊക്കെയോ വചനം കേൾക്കുന്നു. ഇവിടെ മനോഹരമായ രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് കൊണ്ട് ഇതിനകത്തും പുറത്തൊക്കെ വചനം കേൾക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആരെയൊക്കെയോ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അവർ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുനീര് ദൈവം തുടയ്ക്കട്ടെ. ദൈവത്തിന്റെ ദിവ്യാത്മാവ് ഈ ഭൂമി പാഴും ശൂന്യമായി പോയപ്പോൾ അതിന് കാവലിരുന്ന് അതിനെ പൊക്കിക്കൊണ്ട് വന്ന് ഇന്ന് കാണുന്നത് പോലെ പ്രൗഢ മനോഹരവും പച്ചപ്പെട്ട് വിരിച്ച മനോഹര ഭൂമിയാക്കി മാറ്റാൻ വേണ്ടി ഇരുട്ടിന്റെ മറവിൽ ചിറക് വിരിച്ച പരിശുദ്ധ കഴുകനെ പോലെ ഭൂമിക്ക് മീതെ ജാഗരിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കുന്നത്തുകാൽ പട്ടണത്തിന്റെ മീതെ ചിറക് വിരിച്ചിറങ്ങി നിൽക്കുന്നുണ്ട്. ആരെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സ്വാധീനിക്കുന്നുണ്ട്. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. എല്ലാവരും ചേർന്ന് സ്തോത്രം 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 നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ പുകഴ്ത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. വിശ്വാസത്തിന്റെ പ്രസംഗം ഇന്ന് രാത്രി ഞങ്ങൾക്ക് കേൾക്കണമപ്പാ, മറച്ചു വെക്കരുതപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്വർഗം അത് ചെയ്യാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്താൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഏറ്റവും ശക്തിയോടെ, ഏറ്റവും മഹത്വത്തോടെ, ഏറ്റവും സ്തോത്രത്തോടെ ഇത് കേൾക്കുന്നവർക്ക് രൂപാന്തരം വരട്ടെ. ഇത് കേൾക്കുന്നവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഇത് കേൾക്കുന്നവരുടെ പാപ വഴികൾ മാറിപ്പോട്ടെ. ഇത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. പ്രാർത്ഥിക്ക്. യേശുവിന്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവരുടെ തെറ്റുധാരണകൾ മാറിപ്പോകട്ടെ. ഇത് കേൾക്കുന്നവരുടെ സ്നേഹം വർദ്ധിക്കട്ടെ. ഇത് കേൾക്കുന്നവരുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ. ഇത് കേൾക്കുന്നവരുടെ നന്മ വർദ്ധിക്കട്ടെ. ഇന്ന് രാത്രിയിലെ പ്രസംഗം കേൾക്കുന്നവർക്ക് ദൈവ കൃപ ലഭിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ അമ്മമാരും, പിതാക്കന്മാരും, എല്ലാ പ്രിയപ്പെട്ടവരും അധരങ്ങൾ തുറന്നു പറ, കർത്താവേ, ഞങ്ങൾ ഇവിടെ വന്നത് അങ്ങയുടെ വചനം കേൾക്കാനാണപ്പാ. ഈ 3-4 ദിവസം ഈ സഭ വേർതിരിച്ചത് ഈ പട്ടണം വചനം കേൾക്കണം. ഈ റോട്ടിലൂടെ പോകുന്നവർ വചനം കേൾക്കണം. അവർക്ക് ദൈവിക കൃപ ലഭിക്കണം. അവർ സമാധാനത്തിൽ ജീവിക്കണം. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഇവിടെ ആരും ആത്മഹത്യ ചെയ്യരുത്. ഇവിടെ ആരും ബിസിനസ്സിൽ പരാജയപ്പെടരുത്. ഇവിടെ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അത് സംഭവിക്കണം. ആർത്തു വിളിച്ചു പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ജയക്കൊടി കുടുംബങ്ങളിൽ ഉയരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം പിശാചിന്റെ മേൽ ജയമെടുത്ത് സാത്താന്റെ ആയുധം പിടിച്ചു പറിച്ച ക്രൂശിലെ ജയാളിയായ ശ്രീ യേശുവിന്റെ നാമത്തിൽ, എന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ
പരിശുദ്ധാത്മാവേ, 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 അങ്ങാണ് പ്രവർത്തിക്കുന്നത്, അങ്ങാണ് പ്രവർത്തിക്കുന്നത്, അങ്ങാണ് സൗഖ്യമാക്കുന്നത്, അങ്ങാണ് ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുന്നത്. ഈ സഭയ്ക്ക് വേണ്ടി അത് ചെയ്യണമേ, അതിരുകളെ വിശാലമാക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. അതീവ ശക്തിയോടെ, കൊടും കാറ്റ് പോലെ ആത്മശക്തിയോടെ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. ദൈവാത് ചെയ്യുന്നു, ദൈവാത് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്മാവ് വ്യാപരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Glory to Jesus, mighty Father, God Almighty. കണ്ണുകളെ അടച്ച് കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരു മനസ്സോടെ നാം പ്രാർത്ഥിക്കുകയാണ്. അസാധാരണമായിരിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ജനം കേട്ടത് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ വിഷയം തീരും ബ്രദർ. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നത് കൊണ്ടല്ല, ഈ പ്രസംഗം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് വ്യാപരിക്കും. അതുകൊണ്ട് നിന്റെ വിഷയത്തിന് സെപ്റ്റംബർ 21 സ്വർഗത്തിലെ ദൈവം ഒരു മാറ്റം വരുത്തും. നടക്കില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ ആത്മാവിനാൽ സാധ്യമാക്കി തരും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഈ വഴിയോരത്തെ ഉച്ചഭാഷണയുടെ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ പ്രസംഗം കൊണ്ട് ആർക്ക് ഗുണമെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളിൽ പലരും നിസ്സഹായരാ, പലരും ജീവിതത്തിൽ തോറ്റവരാ, പിടിച്ചു കയറാൻ പറ്റാത്തവരാ, സാമ്പത്തികം തികയാത്തവരാ, ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ നിർവഹിക്കാനുള്ള കഴിവില്ലാത്തവരാ. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രസംഗം വിശ്വാസത്തിന്റെ പ്രസംഗമാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങും. പാഴായി പോയ ജീവിതം എന്ന് തോന്നിയവർക്ക്
ദൈവം ഇതിനകത്തിട്ടിരിക്കുന്ന വിത്തുകളെ മുളപ്പിക്കും. ദൈവം അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. തുടർന്ന് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയത് ദൈവം ഞങ്ങളെ കേൾപ്പിക്കണം. ജനം ഇന്ന് രാത്രി ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ്, അവരവരുടെ വീടുകളിൽ ചെന്ന് കയറുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്തേക്കണമേ. അതിൻ്റെ സാക്ഷ്യവുമായി നാളെ വരാൻ എൻ്റെ ദൈവം ഇടയാക്കണമേ. കർത്താവ് ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയുടെ കൈകളിൽ അമർന്നിരിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദമായി നിൽപ്പാൻ എന്നെ അനുവദിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.